നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ ഭാഗമായിട്ട് വെടിവെപ്പ്. എന്താ ഞാൻ പെട്ടെന്ന് ഈ ന്യൂസ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ചിന്തിച്ചു. അത് മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണുകാർ ചില സമയത്തൊക്കെ ചില ദുരന്തം ന്യൂസൊക്കെ ഇടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തോ അത് കേരളം തന്നെ അല്ലേ, കേരളത്തിൽ തന്നെയല്ലേ ജീവിക്കുന്നത്, എന്തൊക്കെയാ സംഭവങ്ങൾ, 3 റൗണ്ട് ഓടി വെടിവെച്ചു, എന്ത് എന്ത് ക്രിഞ്ചാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനു മുമ്പൊക്കെ പറഞ്ഞ മാതിരി നോ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പെട്രോൾ ഒഴിക്കുക സംഭവങ്ങൾ. ഗൈസ്, ഒരാൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞു അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം വേറെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷറായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഫർദർ ഇൻഡെപ്ത് കാര്യങ്ങൾക്ക് പോണതിന് മുമ്പ് പയ്യനാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നോ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണ് മച്ചന്മാരെ? അപ്പോഴേക്കും വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഇവൻ ഏതടാ ആർമിയിലേക്ക് എങ്ങോട്ടെങ്കിലും വല്ല സെലക്ഷൻ പ്രോസസ്സിന് നോക്കായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പുള്ളി എവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ്, 10 കൊല്ലത്തെ ബന്ധമാണ്, 8 കൊല്ലത്തെ ബന്ധമാണ്. ആഫ്റ്റർ ദാറ്റ് അവർക്ക് വേണ്ടാന്ന് തോന്നി, തേപ്പാൻ തന്നെ വച്ചോ. നിങ്ങൾ ആ നോയിൽ കടിച്ചു തൂങ്ങി നിന്ന് യെസ് ആക്കാൻ പറയാൻ ശ്രമിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഉള്ളിൽ നിന്ന് തോന്നേണ്ട ഒരു കാര്യമാണ്. ഉള്ളിൽ നിന്ന് ആ സാധനം തോന്നിയ സമയത്ത് അവർ പ്രകടിപ്പിക്കുകയും ഉള്ളിൽ നിന്ന് തോന്നിക്കലിൻ്റെ ആ ഒരു ലിമിറ്റ് കുറയുകയും, അല്ലെങ്കിൽ അവർക്ക് ഫൈനലി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് ശരിയാവത്തില്ല, വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നോ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്താ പിന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണേ? നോ പറയാതെ യെസ് പറഞ്ഞ് ഇഷ്ടമില്ലാത്ത ഒരു സംഭവത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്തിനാണ് ആ ഒരു പണിക്ക് നിൽക്കുന്നത്? ഇപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടൊക്കെ പലരും പറഞ്ഞിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നോ പറഞ്ഞു. യെസ്, സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ആയതിനു ശേഷം, അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം ഒളിച്ചോടി പോവുക, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ട് നോ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ പറയും എന്നാൽ പിന്നെ ഇതൊക്കെ ചെയ്യണതിന് മുമ്പ് പറയാറുന്നില്ലെന്ന് ചോദിക്കും. ഇത് ചെയ്യണതിന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിൽ ആസിഡ് ഒഴിക്കും, അല്ലെങ്കിൽ ഇമ്മാതിരി പരിപാടികൾ കാണിക്കും. നോ അക്സെപ്റ്റ് ചെയ്യും അച്ഛന്മാരെ. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കാം ശരി. എന്ത് തന്നെയാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ പോലും പ്രഷറൈസ് ചെയ്യല്ലേ? അത് മണ്ടത്തരാണിത്. പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒരു സാധനം അല്ലത്. വെടിവെപ്പും തേങ്ങയും മാങ്ങയൊക്കെ